അതിന് മുൻപ് ഇപ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തിനായി സഭയിലേക്ക് ഗവർണർ എത്തിയിട്ടുണ്ട്. ഈ ഗവർണർ ഇന്ന് ഇപ്പം നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാരിനെതിരായ കേന്ദ്ര സർക്കാരിനെതിരായ ഭാഗങ്ങളൊക്കെ വായിക്കുമോ എന്നുള്ളതിലാണ് ആകാംക്ഷ നിലനിൽക്കുന്നത്. അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് സഭയിലേക്ക്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ നിയമസഭാ സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. ഗവർണറുടെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടിയാണ് സമ്മേളനം തുടങ്ങുക. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് നമുക്ക് കുറച്ച് തത്സമയ ദൃശ്യങ്ങൾ കാണാം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ അദ്ദേഹം സഭയിലേക്ക് ഇറങ്ങിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. കൂടെ മന്ത്രി MP രാജേഷുമുണ്ട്. ഒപ്പം അദ്ദേഹത്തിന് സ്പീക്കർ AN ഷംസീർ ബൊക്കെ നൽകി അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിന് വേണ്ടി രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റ് കൂടിയാണ്, അവസാനത്തെ സമ്മേളനമാണ്. ഈ സമ്മേളനത്തിൽ ഈ ബജറ്റ് അവതരണവുമുണ്ട്. തിരഞ്ഞെടുപ്പിന് മുൻപാകെയുള്ള ബജറ്റ് അവതരണവും ഒക്കെയുള്ള ഒരു സെഷനാണ് ഈ തുടങ്ങാൻ പോകുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, മന്ത്രി MP രാജേഷ് എന്നിവർ അദ്ദേഹത്തെ സ്വീകരിച്ചതിന് ശേഷം ഒന്നിച്ച് സഭയ്ക്കുള്ളിലേക്ക് കയറുകയാണ്. ഇനി നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള സമയമാണ്. നമുക്കറിയാവുന്ന പോലെ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞ ദിവസം എഴുതി ലോക് ഭവനിലേക്ക് അയച്ചിരുന്നു. പക്ഷേ അതിൽ കേന്ദ്രവിരുദ്ധമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അത് നീക്കം ചെയ്യണമെന്ന് ലോക് ഭവൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിന് തയ്യാറായില്ല. ഇന്നിപ്പോൾ അദ്ദേഹം ഈ നയപ്രഖ്യാപന പ്രസംഗം വായിക്കുമ്പോൾ അതിൽ ഈ ഭാഗം വായിക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ ഒരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന നിയമസഭാ സമ്മേളനമാണ്. VS അനു നമുക്കൊപ്പം സഭയിൽ നിന്നും ചേർന്നുണ്ട്. അനു, ഗവർണർ എത്തി. ഇനി അല്പസമയത്തിനകം നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങും. ഇനി അറിയേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരായ ആ പരാമർശങ്ങളുള്ള ഭാഗങ്ങൾ അദ്ദേഹം വായിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും സഭാനാഥനായിട്ടുള്ള സ്പീക്കർ AN ഷംസീർ, പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ് എന്നിവർ ചേർത്താണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അല്പസമയത്തിനകം 9 മണിയോടുകൂടി തന്നെ നിയമസഭയുടെ ഔദ്യോഗിക സെഷൻ ആരംഭിക്കുകയും അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കുകയും ചെയ്തു. സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ ഗവർണർ വായിക്കുമോ എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ലോക്ഭവൻ വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ ഇപ്പോൾ സർക്കാരുമായി മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നയപരമായി മുന്നോട്ട് പോകുന്ന ഗവർണർ ആ പരാമർശങ്ങൾ ഉൾപ്പെടെ വായിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഏതായാലും രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്മേളനമാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. 32 ദിവസമാണ് ഈ സമ്മേളനത്തിന് സെഷൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഫെബ്രുവരി പകുതി കഴിയുമ്പോൾ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ പ്രഖ്യാപിച്ചേക്കും എന്നതിനാൽ ഇത് വെട്ടിച്ചെടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ 3 MLA മാർ കഴിഞ്ഞ സെഷനിൽ ഉണ്ടായിരുന്ന 3 MLA മാർ ഇത്തവണ ഇല്ല. അത് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ, അദ്ദേഹം ജയിലിലാണ്. മറ്റൊന്ന് ആന്റണി രാജു, തൊട്ട് മുതൽ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അയോഗ്യനാക്കപ്പെട്ടു. 3 കാരത്തിൽ ജമീല അന്തരിച്ച. അങ്ങനെ 3 അംഗങ്ങളുടെ അസാന്നിധ്യത്തിലാണ് ഈ സഭാ സമ്മേളനം ചേരുന്നത്. ഏതായാലും സഭാ സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. ഓക്കെ, ശരി. VS അനുവാണ് വിവരങ്ങൾ നൽകിയത്. സഭാ സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ എത്തി. സ്പീക്കറും മുഖ്യമന്ത്രിയും മന്ത്രി MP രാജേഷും ചേർന്നാണ് അദ്ദേഹത്തെ സഭയ്ക്കുള്ളിലേക്ക് ക്ഷണിച്ചത്. നടപടിക്രമങ്ങൾക്ക് തുടക്കമാകുന്നു. ഇനിയിപ്പോൾ സ്പീക്കർ വരും, മറ്റ് നടപടിക്രമങ്ങൾ തുടങ്ങും. ഏറെ പ്രത്യേകതകളുള്ള ഒരു സെഷനാണ് ഇപ്പോൾ തുടക്കമാകുന്നത്. സഭയിലേക്ക് ഗവർണർ എത്തുന്നു.